എല്ലാവർക്കും ഇമാനുവൽസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിസ് അങ്ങ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്നാലും വിസ് നേരിടുന്ന ഇഷ്യൂസിനെ പറ്റിയും ചാലഞ്ചസിനെ പറ്റിയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടായിരുന്നു. അത് ഒരു വശം നടക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് മിക്കരും വിസ് മേടിക്കുന്നുണ്ട്. എന്നാലും ചിലർക്കുള്ള ഒരു വിഷമം എന്ന് പറയുന്നത് അവർ മുമ്പ് വെച്ചിരുന്ന ഗ്യാസുലൈൻ കാർസിൽ നല്ല സ്പീഡിലൊക്കെ അടിപൊളിയായിട്ട് ഓടിച്ചിട്ട് പിന്നെ വിസിലോട്ട് വരുന്ന സമയത്ത് ഒരു പയ്യെ പോണല്ലോ എന്നുള്ളൊരു വിഷമം ചിലർക്ക് ഉണ്ടാവാറുണ്ട്. ഗ്യാസലിൻ കാർസ് ഓടിക്കുന്നത് പോലെ നല്ല ആക്സലേഷൻ ഒക്കെ കൊടുത്ത് വിസ് ഓടിക്കുകയാണെങ്കിൽ റേഞ്ച് വളരെ കുറവായിരിക്കും. ആൻഡ് വിസ് അത് ഏത് പ്രൈസ് റേഞ്ചിലുള്ള വണ്ടിയാണെങ്കിലും ഏറ്റവും മാക്സിമം റേഞ്ച് കിട്ടണം എന്നുള്ളത് ഏതൊരുത്തിൻ്റെയും സ്വപ്നമായിരിക്കും. പക്ഷേ ആ ഒരു സ്വപ്നം അച്ചീവ് ചെയ്യണമെങ്കിൽ പയ്യെ പോകണം എന്നാണ് ചിലരുടെയൊക്കെ വിഷമം. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കുറച്ച് ടിപ്സ് വഴി നിങ്ങൾക്ക് നല്ല റേഞ്ച് നിങ്ങളുടെ വിസിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും, അധികം സ്പീഡൊന്നും കുറയ്ക്കാതെ തന്നെ. എങ്ങനെയാണെന്നല്ലേ? ഏറ്റവും ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതായത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, നിങ്ങളുടെ ടയർ പ്രഷർ നോർമലാക്കി വെക്കുക എന്നുള്ളത്. ടയർ പ്രഷർ നോർമലാക്കി വെച്ചുകൊണ്ട് റേഞ്ച് എങ്ങനെ കൂടാൻ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ വെയിറ്റ്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ടയറാണ് നിങ്ങളുടെ വണ്ടീനെ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏക ഒരു സാധനം. സോ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രഷറും ഈ ഒരു എഫിഷ്യൻസിയിൽ വളരെ വലിയൊരു പങ്ക് വയ്ക്കുന്നുണ്ട്. പ്രഷർ കുറവുള്ള ടയേഴ്സ് കൂടുതൽ റോളിംഗ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങളുടെ വിയുടെ മോട്ടർ നിങ്ങളുടെ വിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ചും കൂടെ ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ റേഞ്ചും കുറയും. സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിയുടെ ടയർ പ്രഷർ ചെക്ക് ചെയ്യുന്നത്, റെഗുലർ ഇന്റർവെൽസിൽ ചെക്ക് ചെയ്യുന്നത് ഒരു ഹാബിറ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിന്റെ പ്രഷർ ചിലപ്പോൾ യൂസർ മാനുവലിലോ അല്ലെങ്കിൽ ഡോർ ജാമിലോ ഒക്കെ എഴുതിയിട്ടുണ്ടാവും. ഒരു പ്രോ ടിപ്പ് എന്ന് പറയുന്നത് പ്രഷർ കുറഞ്ഞാൽ റോളിംഗ് റെസിസ്റ്റൻസ് കൂടും, പ്രഷർ കൂടിയാൽ റോളിംഗ് റെസിസ്റ്റൻസ് കുറയും. സോ കുറച്ചും കൂടെ കൂടുതൽ പ്രഷർ അടിച്ചാൽ അത്രയും റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ കുറച്ചും കൂടെ റേഞ്ച് കിട്ടിക്കൂടി. ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതാണ് സ്മൂത്ത് ആക്സിലറേഷനും അതുപോലെ ബ്രേക്കിങ്ങിന്റെയും ഒരു മാസ്റ്ററിങ് ആർട്ട്. ഗ്യാസോലിൻ കാർസൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യും എങ്കിലും വിസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഇനീഷ്യൽ ടോർക്ക് കൂടുതലായിരിക്കും, കാരണം ഗിയർ ഒന്നും ഇല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ വിസ് നിങ്ങൾ ചവിട്ടി കൊടുത്താൽ പറന്നു പോകുമായിരിക്കും. ആൻഡ് ഓൾസോ ഗ്യാസോലിൻ കാർസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വിസ് നിങ്ങൾക്ക് മറ്റൊരു സൂപ്പർ പവർ നൽകുന്നുണ്ട്, റീജനറേറ്റീവ് ബ്രേക്കിംഗ്. അതായത് നിങ്ങൾ ആക്സിലേറ്ററിൽ നിന്നും കാലെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയിലുള്ള മോട്ടർ ഒരു ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. സോ ലോസ് ആകുന്ന എനർജി തിരിച്ച് ബാറ്ററിക്ക് അകത്തോട്ട് കയറും. പക്ഷെ ബാറ്ററിക്ക് അകത്തോട്ട് കയറുന്നത് വളരെ മൈന്യൂട്ട് എനർജിയാണ്. ബട്ട് നമ്മൾ നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ അത് അത്യാവശ്യം നമുക്കൊരു സേവിങ്സ് തന്നെയാണ്. പക്ഷേ ബ്രേക്ക് ഔട്ടുകയാണെങ്കിൽ ആ ഒരു എനർജി കുറയുന്നതായിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ നാടാണെങ്കിൽ നിങ്ങൾക്ക് വഴിയെല്ലാം അറിയാലോ. സോ എവിടെയാണ് ഹമ്പ്, എവിടെയാണ് ട്രാഫിക് സിഗ്നൽ, എവിടെയാണ് ഇപ്പോൾ നിർത്തേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആക്സിലേറ്ററിൽ നിന്നും നേരത്തെ തന്നെ കാലെടുക്കുക. സോ വണ്ടി അവിടെ ചെന്ന് നിൽക്കും. സോ അത്രയും എനർജി ബാറ്ററിക്കകത്തോടെ തിരിച്ചു കയറും. ആൻഡ് നിങ്ങളിപ്പോൾ ഹൈവേസിലൂടെ ഒക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ടോൾ കാണുന്നുണ്ട് മുന്നിൽ, അതുപോലെ ട്രാഫിക് സിഗ്നലൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആക്സിലേറ്റർ എടുക്കുകയാണെങ്കിൽ അത് അവിടെ പോയി നിന്നോളും. അത്ര എനർജി തിരിച്ച് ബാറ്ററിക്കകത്തോട്ട് കയറും. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഹൈ റേഞ്ചിൽ നിന്നും തിരിച്ചു വരുന്ന വഴിക്ക് ഇറക്കം ഇറങ്ങുന്ന സമയത്താണ് ഇതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടുക. സോ ഇതുവഴി രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ബാറ്ററിക്കകത്തോടെ തിരിച്ച് എനർജി കയറും എന്നുള്ളത്. രണ്ടാമത്തത്, ബ്രേക്സ് മാക്സിമം ഒഴിവാക്കുന്നത് വഴി ബ്രേക്ക് പാഡ് പെട്ടെന്ന് തന്നെ തേങ്ങി തീരാതിരിക്കും. ഇറക്കുന്ന സമയത്ത് റീജനറേഷൻ ആവും എന്ന് പറയുമ്പോൾ നമുക്ക് ടെറൈൻ അവയർനെസ്സിനെ പറ്റി പറയാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട് ഹൈ റേഞ്ചിലാണെന്ന് വിചാരിക്കുക. സോ ഹൈ റേഞ്ച് മുഴുവൻ കയറ്റങ്ങളാണല്ലോ. സോ ആ കയറ്റങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കയറും, എങ്കിലും നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളത് മാറ്റർ ചെയ്യുന്നുണ്ട്. കയറ്റം കയറുമ്പോഴായിരിക്കും നോർമലി പ്ലെയിൻ റോഡ്സിലൂടെ പോകുന്നതിനേക്കാളും പവർ വിസ് കൺസ്യൂം ചെയ്യുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കയറ്റം കയറുന്ന സമയത്ത് ഒരു കോൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്പീഡിൽ തന്നെ കയറാനായിട്ട് ശ്രമിക്കുക. അത് ഭയങ്കര ആക്സലേഷൻ കൊടുത്ത് ഭയങ്കര ചവിട്ടി കയറ്റിക്ക് പോകുകയാണെങ്കിൽ അത്രയും എനർജി അവിടെ വേസ്റ്റ് ആവത്തേ ഉള്ളൂ. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറക്കം വരുന്ന സമയത്ത് ആ ഒരു റീജനറേറ്റീവ് ബ്രേക്കിന്റെ പൊട്ടൻഷ്യൽ ഫുള്ളി മാക്സിമൈസ് ചെയ്തങ്ങ് ഉപയോഗിക്കുക. അതിനോടൊപ്പം നിങ്ങൾ റൂട്ടൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡൗൺ ഹിൽ സ്ട്രെച്ചസിന്റെ അഡ്വാൻറ്റേജും കൂടെ പ്ലാൻ ചെയ്യുക. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ടെറൈനെ ഒരു അഡ്വാൻറ്റേജ് ആക്കി എടുക്കുക. അടുത്തതാണ് ദ എലിഫന്റ് ഇൻ ദ ഇലക്ട്രിക് റൂം, ക്ലൈമറ്റ് കൺട്രോൾ. അതായത് ബോട്ട് ഇപ്പോൾ നല്ല തണുപ്പാണെങ്കിലും നല്ല ചൂടാണെങ്കിലും വിസിന്റെ റേഞ്ച് ഇതിൽ കുറയാറുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ രാവിലെ ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഉച്ചയ്ക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ടു ദെൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പൊരിഞ്ഞ വെയിലാണ്. ആൻഡ് ആ സമയത്ത് ചിലപ്പോൾ ചാർജ് ഇതിനും കൂടെ പെട്ടെന്ന് ഇറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതിന് കാരണം ചൂട് കൂടുതലായതുകൊണ്ടാണ്. സോ ആ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് കൂളിംഗ് ആവാൻ വേണ്ടി AC ഒക്കെ ഏറ്റവും മാക്സിമത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അത്രത്തോളം ലോഡ് അതിനെടുക്കേണ്ടി വരും. സോ അത്രത്തോളം ബാറ്ററി പെട്ടെന്ന് തന്നെ കൺസ്യൂം ചെയ്യും. സോ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ വണ്ടി ചാർജിങ്ങിന് ഇട്ടിരിക്കുകയായിരിക്കുമല്ലോ. സോ ആ ഒരു സമയത്ത് നിങ്ങൾ AC ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ആ സമയത്ത് ബാറ്ററി നല്ലല്ലോ എനർജി എടുക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ റോഡിലായിരിക്കുന്ന സമയത്ത് AC ഫുൾ അങ്ങിട്ട് തള്ളരുത്, കുറച്ചങ്ങ് താത്ത്, അതായത് ഓട്ടോ മോഡിൽ ആ ഒരു ഓട്ടോ മോഡ് എനേബിൾ ചെയ്ത്
ടെമ്പറേച്ചർ ഒരു 20 to 22 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു റേഞ്ചിൽ വെക്കും. സോ ആ സമയത്ത് എനർജി എഫിഷ്യൻസി കൂടും. അതിനുള്ള ദിവസം നിങ്ങളിപ്പോൾ മൂന്നാറൊക്കെ ട്രിപ്പൊക്കെ പോകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ കുറച്ച് താത്തണ്ട, കാരണം ഒരു എയറോഡൈനാമിക് ഡ്രാഗ് റേഞ്ചിനെ കുറയ്ക്കും. അടുത്തതാണ് മിക്ക ഇവികൾക്കും പല പല ഡ്രൈവിംഗ് മോഡുകളുണ്ട്. അതായത് എക്കോണമി, നോർമൽ, സിറ്റി, സ്പോർട്ട്, എക്കോ പ്ലസ് തുടങ്ങിയ മോഡുകളുണ്ട്. ഈ ഒരു മോഡ്സ് ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എക്കോണമി മോഡിൽ ഇടുകയാണെങ്കിൽ ആക്സിലറേഷൻ ഒക്കെ അഡ്ജസ്റ്റ് ആയി കുറച്ചും കൂടെ എഫിഷ്യൻസി കൂടും. പക്ഷേ സ്പോർട്ട് മോഡാണ് ഇടുന്നതെങ്കിൽ വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ആ സമയത്ത് റേഞ്ചിൽ അത് ഇമ്പാക്റ്റ് ആവും എന്ന് മാത്രം. സോ എക്കോണമി മോഡ് ഇട്ട് ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റേഞ്ച് കിട്ടും. പക്ഷേ എക്കോണമി മോഡ് ഇന്നിട്ട് ഓടിക്കാൻ പറ്റില്ല, അത് ഭയങ്കര ലാഗിയാണ്, അത്രയൊന്നും ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് നോർമൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റി മോഡൽ ഓടിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ ടിപ്സും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് ഓടിച്ചാൽ മതി, നല്ല റേഞ്ച് നിങ്ങൾക്ക് കിട്ടിക്കോളും. സോ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഫൈനലി ആണ് നിങ്ങളുടെ വണ്ടിക്കകത്തുള്ള അൺനെസസറി ആയിട്ടുള്ള വെയിറ്റ് ഒഴിവാക്കുക. ഈ ഗ്യാസിലും ഗ്യാസ് പോലെ തന്നെ എക്സ്ട്രാ വെയിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മോട്ടർ അത്രത്തോളം ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ ഡിക്കിയിലൊക്കെ ഒന്ന് നോക്കുക, എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ലഗേജ് വല്ല ഇരിപ്പുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു മാറ്റുക. ആവശ്യമില്ലാത്തതെല്ലാം പരമാവധി തന്നെ ഒഴിവാക്കാൻ നോക്കുക. എസ്പെഷ്യലി ലോങ് റൂട്ട്സ് പോകുന്ന സമയത്ത് ഇത് വളരെ നല്ലൊരു എഫിഷ്യൻസി തരും. സോ അത്രേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ ടിപ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, റേഞ്ചിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നോക്കുക. സോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.